ശ്രീരാമനെ പറ്റി നമ്മൾ പഠിക്കേണ്ട കാര്യം പഠിക്കണം. അപ്പൊ നമ്മളൊരു പ്രതിസന്ധി നേരിടാൻ പോകുമ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? രാമായണം നമ്മളെ പഠിപ്പിക്കാൻ. അപ്പൊ നമ്മളൊരു ഭർത്താവിന്റെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ അത് ആരോടും പറയാതിരുന്നുള്ളത്. ആ സ്വഭാവത്തിൽ നിന്ന് ആ മനുഷ്യൻ ഉണ്ടാകാൻ പോകുന്ന വളരെ പ്രസിദ്ധമായ നാലമ്പല പ്രദക്ഷിണവും അതിനുശേഷം വരുന്ന രാമായണ മാസാചരണവും ഭംഗിയായി നടപ്പാക്കുമ്പോൾ ഞാൻ 2-3 കാര്യങ്ങളെ പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒന്ന്, എന്താണ് ഈ നാലമ്പലത്തിന്റെ പ്രത്യേകത? അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠം എന്താണ്? 2, രാമായണത്തിൽ നമ്മൾ പഠിക്കേണ്ട, രാമായണ മാസാചരണം നടക്കുമ്പോൾ പഠിക്കേണ്ട പ്രധാന പാഠങ്ങളേവ? ഈ 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹിന്ദുമത ക്ഷേത്രങ്ങളുടെ ഏറ്റവും ആദ്യത്തെ മാതൃക കണ്ടെത്തുന്നത് തുർക്കിയിലെ കരാളിത്തെപ്പി, ഗോപക്കിത്തെപ്പി തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. 10,000 കൊല്ലം പഴക്കമുള്ള അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ശിവലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിന്റെ രൂപങ്ങളാണ് കിട്ടിയത്. യുക്രൈന്റെയും റഷ്യയുടെയും ബോർഡറിൽ കുർസ്ക് മേഖലയിൽ മഞ്ഞുമല ഇടിഞ്ഞു വീണ് മഞ്ഞൊക്കെ മാറ്റി ചെല്ലുമ്പോൾ കിട്ടിയത് ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ്. 10,000 കൊല്ലത്തിന് മുമ്പ് തന്നെ തുടങ്ങിയതാണ് നമ്മുടെ സനാതനത്തിന്റെ ക്ഷേത്ര സംസ്കാരം. അവിടെയാണ് കാസ്പിയൻ കടൽ ഉള്ളത്. കാസ്പിയൻ കടലിനൊക്കെ പേര് വരുന്നത് നമ്മുടെ പുരാണത്തിലെ കശ്യപ മഹർഷി അവിടെ താമസിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് കശ്യപ സാഗരം എന്ന് വിളിച്ച് അത് കാസ്പിയൻ കടലായി മാറിയത്. അവിടുന്ന് കശ്യപൻ യാത്ര ചെയ്ത് 2500 മൈൽ യാത്ര ചെയ്ത് അദ്ദേഹം ഇന്ത്യയിലെ കാശ്മീരിലെത്തി. കാശ്മീർ എന്ന വാക്കിന്റെ അർത്ഥം കശ്യപമീർ, കശ്യപൻ താമസിക്കുന്ന മല എന്നാണ്. ഈ 10,000 കൊല്ലം പഴക്കമുള്ള ഈ ക്ഷേത്ര സംസ്കാരത്തിൽ വളരെ ഒരു നല്ല ഗ്രഡേഷനായിട്ടാണ് നമ്മൾ കാണുന്ന ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാവുന്നത്. ആദ്യം ഉണ്ടായത് കാവാണ്. ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഈശ്വരനെ സങ്കല്പിച്ച് പ്രതിഷ്ഠിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു. വൃക്ഷത്തിനോ ആ കാടിനോ യാതൊരു ഭംഗവും വരുത്താതെ. കുറച്ചു കഴിഞ്ഞപ്പോ ഈ ഈശ്വര സങ്കല്പത്തിലെ പ്രതിഷ്ഠയ്ക്ക് പക്ഷിമൃഗാദികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നൊക്കെ അക്രമം ഉണ്ടാതിരിക്കാൻ വേണ്ടി അതിന് ചുറ്റും ഒരു മതിൽ കെട്ടി അതിലൊരു മേൽക്കൂര ഉണ്ടാക്കി. അപ്പോൾ കാവ് കോവിലായി, കോവിൽ. പിന്നീട് ആ കോവിൽ അമ്പലമായി. അതായത് ഈശ്വര സങ്കല്പത്തിലിരിക്കുന്ന ഈശ്വരനെ ഒരു ഗൃഹസ്ഥാശ്രമിയെ കണ്ട് ഒരു വീടുണ്ടാക്കി വരാന്തയും ഗർഭഗൃഹവും ബെഡ്റൂമും ഒക്കെ സങ്കല്പിച്ചു. അതിന് ചുറ്റും ഒരു മതിൽ കെട്ടി സംരക്ഷിച്ചു. അപ്പോൾ കോവില് അമ്പലമായി മാറി. ആ അമ്പലങ്ങൾ ഒരു 1500 വർഷത്തിന് മുമ്പാണ് ക്ഷേത്രങ്ങളായി മാറുന്നത്. ക്ഷേത്രമാവുമ്പോൾ അതിനൊരു ഗോപുരം വേണം, അതിന് ഗർഭഗൃഹം വേണം, അതിന് ബലിത്തറ വേണം, അതിന് കൊടിമരം വേണം, അതിന് കൊടി വേണം. ഇങ്ങനെ 9ഓളം കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒരു അമ്പലം ക്ഷേത്രമാവുന്നത്. അപ്പൊ എന്താണ് കാവ്? അതെങ്ങനെ കോവിലായി? കോവിൽ എങ്ങനെ അമ്പലമായി? അമ്പലം എങ്ങനെ ക്ഷേത്രമായി എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അമ്പലം വരുമ്പോൾ അവിടെ ഗൃഹസ്ഥാശ്രമിയായ, നിങ്ങളെ എന്നെയും പോലെ ഗൃഹസ്ഥാശ്രമിയായ ഒരു ഈശ്വര സങ്കല്പമാണുള്ളത്. അങ്ങനത്തെ 4 അമ്പലങ്ങൾ ശ്രീരാമൻ ഭഗവാന്റെയും ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്ന പേരിൽ 4 പേരുടെയും പേരിൽ 4 ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി. ആ ക്ഷേത്രങ്ങളെ കൂട്ടിയിണക്കുമ്പോഴാണ് 4 അമ്പലങ്ങൾ ഉണ്ടാവുന്നത്. തൃശ്ശൂരിൽ പ്രസിദ്ധമായ 4 അമ്പല പ്രതിഷ്ഠയുണ്ട്. അതുപോലെ ഒരു 4 അമ്പല പ്രതിഷ്ഠയാണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പുണ്യം. ആ 4 അമ്പല പ്രതിഷ്ഠയിലെ 4 ക്ഷേത്രങ്ങളും സന്ദർശിച്ച് പ്രാർത്ഥിച്ച് ആ പ്രയാണം പൂർത്തിയാക്കുമ്പോൾ ഒരു രാമായണ മാസം ആഘോഷിച്ചതിന്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് ഈ 10,000 കൊല്ലം പഴക്കമുള്ള വലിയ ആരാധനാ ശ്രേണിയുടെ ഭാഗമായി ഇവിടെ നിങ്ങൾ കിട്ടുന്ന ഈ ക്ഷേത്രവും അവിടുത്തെ 4 അമ്പല പ്രതിഷ്ഠയും നിങ്ങൾക്കെല്ലാം മംഗളങ്ങളും തരാൻ കഴിവുള്ളതായിരിക്കണം. നിങ്ങൾ ഈ മാമല്ലത്തെ പറ്റി പുരാണത്തിലെ കഥയും രാമായണത്തിലെ കഥയൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ചരിത്രപരമായി ഇത് വടക്കൻകൂർ രാജാക്കന്മാരുടെ പട്ടാളം കിടന്ന സ്ഥലമാണ്. മഹാമല്ലന്മാർ താമസിച്ച സ്ഥലമായതുകൊണ്ട് മഹാമല്ലപുരം എന്ന് വിളിച്ച് ഇത് മാമല്ലപുരമായി മാറി. വടക്കൻകൂർ രാജ്യം AD 1180 സ്ഥാപിതമായി 1849 മാർത്താണ്ഡവർമ്മ പിടിച്ചടക്കുന്നത് വരെ ഏതാണ്ട്
600 വർഷത്തിലേറെ നിലനിന്ന പ്രസിദ്ധമായ ഒരു രാജ്യമായിരുന്നു. അവിടുത്തെ സേനകളുടെ താവളമായിരുന്നു ഈ സ്ഥലം. ഇവിടുന്നാണ് പ്രസിദ്ധമായ സേന പോയി 1565 ഇത് പിടിക്കാൻ വന്ന പോർച്ചുഗീസുകാരനായ ഫ്രാൻസിസ്കോ ഡി സിൽവയെ കൊല്ലുകയും കൊച്ചി രാജാവ് രാമമോഹൻ രാജാവ് കൊല്ലപ്പെടുകയും ചെയ്ത് വളരെ ശ്രദ്ധേയമായി അത്ഭുതം സൃഷ്ടിച്ച സേനാനായകന്മാരുടെ നാടാണ് ഈ നാട്. ആ ചരിത്രപ്രസിദ്ധമായ മണ്ണിൽ ജനിക്കാനും ഇവിടെ താമസിക്കാനും കിട്ടിയ നിങ്ങൾക്ക് അസുലഭമായ ഒരു ഭാഗ്യമാണ്. ഇന്ന് ഉദ്ഘാടകനായി വന്നത് പന്തളം രാജകൊട്ടാരത്തിലെ തമ്പുരാനാണ്. പന്തളം രാജകൊട്ടാരവുമായി അഭേദ്യമായ ബന്ധമുള്ള കുടുംബമാണ് എൻ്റെ കുടുംബം. പന്തളം രാജകൊട്ടാരത്തിന് തുമ്പമണ്ണ് എന്ന് പറഞ്ഞ എൻ്റെ സ്ഥലത്ത് ഒരു കോയിക്കൽ ഉണ്ടായിരുന്നു. ഒരു സബ് കൊട്ടാരത്തിന്റെ ഒരു സ്യൂഡേറ്ററി ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ അവർ ഏതാണ്ട് 500 വർഷം താമസിച്ചിരുന്നു. ആ പന്തളം രാജകൊട്ടാരം വാങ്ങിച്ചത് ഞങ്ങളാണ്. ആ പന്തളം രാജാവിന്റെ പ്രധാന പൂജാരിയായിരുന്ന പുത്തൻവീട്ടിൽ ശിവമഠം താമസിച്ച ഇല്ലം വാങ്ങിച്ചത് ഞങ്ങളാണ്. ആ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. പന്തളം രാജാവിന്റെ കൊട്ടാരവും ഞങ്ങളുടെ ഇല്ലവും അതുപോലെ ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു പൊളിക്കാതെ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ സാധാരണ നായന്മാർ മാത്രം മന്ത്രിമാരാകുന്ന കൊട്ടാരം 1836 എൻ്റെ മുത്തച്ഛൻ്റെ ഒരു അങ്കിളായിരുന്ന കിഴക്കേ വീട്ടിലെ പടിഞ്ഞാറ്റേതിലെ ആളിനെ കാര്യക്കാരായി നിയമിച്ചു. പന്തളം രാജവംശം കാര്യക്കാരായി നിയമിച്ച ഒരു ക്രിസ്ത്യൻ കുടുംബമാണ് എൻ്റേത്. ഞങ്ങളുടെ പള്ളിക്ക് സാങ്ഷൻ നിന്ന പന്തളം രാജാവാണ്. ആ പന്തളം രാജാവ് സൈന്യവുമായി വന്നു നിന്ന് പണിഞ്ഞു തന്നതാണ് ഞങ്ങളുടെ തുമ്പമൺ സെന്റ് മേരീസ് കത്തീഡ്രലിലെ പള്ളി. ഞങ്ങൾ എല്ലാ പള്ളിപ്പെരുന്നാളിലും പന്തളം രാജകൊട്ടാരത്തിന് ആളിനെ വിളിച്ചുകൊണ്ട് വന്ന് ദക്ഷിണ കൊടുത്ത് അവരുടെ നന്ദി രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ പന്തളം രാജകൊട്ടാരവുമായി അഭേദ്യമായി ബന്ധമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് എനിക്ക് പന്തളം രാജാവുമായിട്ട് ഒത്തിട്ട് സ്റ്റേജിലിരുന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു. നമ്മളിവിടെ രാമായണ മാസം തുടങ്ങുകയാണ്. കർക്കടക സംക്രമണം കഴിഞ്ഞാൽ ഉടൻ തന്നെ മഴ പെയ്താൽ അത് സർവ്വ ഐശ്വര്യങ്ങൾ കൊണ്ടുവന്നാണ് സങ്കല്പം. ഇവിടെ ആ പൂർണ്ണിമ കഴിയുകയും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ദേശത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ടുള്ളൊരു മഴയാണ് ഈ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രാമായണ മാസം നമ്മൾ ആഘോഷിക്കുമ്പോൾ വളരെ കൃത്യമായി രാമായണം എന്താണ്, അതിൽ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണെന്ന് ചെറിയ ചില പാഠങ്ങൾ അറിഞ്ഞിരിക്കണം. രാമായണം ആദികാവ്യമായ രാമായണം വാൽമീകി മഹർഷി എഴുതിയിട്ടുള്ളതാണ്. അതിൻ്റെ ഒറിജിനൽ കേണൽ 8000 ശ്ലോകം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2000 വർഷങ്ങൾക്ക് നമുക്കത് റിട്ടേൺ ഫോമിൽ കിട്ടുമ്പോൾ 24,000 ശ്ലോകമായി. ആ രാമായണത്തെ പിന്നെ സൂർദാസ് പരിഷ്കരിച്ചപ്പോൾ 12,000 ശ്ലോകങ്ങളായി. തുളസീദാസ രാമായണം ഹിന്ദിയിൽ രചിച്ചപ്പോൾ 14,000 ശ്ലോകങ്ങളായി. മറാത്തി ഭാഷയിൽ ഏകനാഥ രാമായണം എഴുതിയപ്പോൾ അത് 8,000 ശ്ലോകങ്ങളായിരുന്നു. തമിഴ്നാട്ടിലെ മഹാനായ രാജരാജ ചോളൻ അദ്ദേഹത്തിന്റെ രാജസദസ്സിലെ കമ്പരെ കൊണ്ട് രാമായണം രചിച്ചു. അതാണ് കമ്പരാമായണം. കമ്പരാമായണത്തിൽ 10,000 ശ്ലോകങ്ങളുണ്ട്. എന്നാൽ എഴുത്തച്ഛൻ മലയാളത്തിൽ അധ്യാത്മ രാമായണം എഴുതിയപ്പോൾ അത് 4,500 ശ്ലോകങ്ങളുള്ള ഒരു രാമായണമായിരുന്നു. ഈ ഓരോ രാമായണം വായിക്കുമ്പോഴും ആ ദേശത്തിൻ്റെതായ ചില മാറ്റങ്ങൾ വരുത്താറുണ്ട്. ആ മാറ്റങ്ങളിലേക്ക് നമ്മൾ കയറേണ്ട. നമ്മൾ രാമായണത്തെ അതിൻ്റെ സെൻട്രൽ ഫാക്ടറായിട്ട് മനസ്സിലാക്കിയിരിക്കണം. രാമായണം എഴുതിയ മഹർഷി വാൽമീകി മഹർഷിയാണ്. ഈ വാൽമീകി മഹർഷിയെപ്പറ്റി ശുദ്ധജല കള്ളങ്ങൾ പറഞ്ഞ് പരത്തി. അതിലൊന്ന് ബംഗാളി രാമായണം 600 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയപ്പോൾ വാൽമീകി മഹർഷി ഒരു കൊള്ളക്കാരനായിരുന്നെന്നും അദ്ദേഹം നാരദനെ ഉൾപ്പെടെ പിടിച്ചു നിർത്തിയെന്നും അങ്ങനെ ഇതിന്റെ പാപമൊക്കെ പങ്കുവഹിക്കുമെന്ന് ഭാര്യയോട് ചോദിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ വാൽമീകി മഹർഷിയായി മാറി. ഇത് 600 കൊല്ലത്തിന് ബംഗാളികൾ ഉണ്ടാക്കിയ ഒരു കള്ളച്ചരിത്രമാണ്. ഹിന്ദിയിൽ രാമായണം എഴുതിയപ്പോൾ ഈ വാൽമീകി ഒരു SC/ST യിൽപ്പെട്ട ആളാണ് എന്നും പറഞ്ഞ് കഥ ഉണ്ടാക്കി വെച്ചു. ജഗന്നാഥ് മഹാരാഷ്ട്ര രാമായണം എഴുതിയപ്പോൾ വാൽമീകി ഒരു മുക്കുവനാണ് എന്ന് പറയാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം 500-600 വർഷത്തിന് മുമ്പ് എഴുതിയ ശുദ്ധ കള്ളങ്ങളാണ്. വാൽമീകി മഹർഷി പ്രജേതസ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആളാണ് വാൽമീകി മഹർഷി. ഇന്ദ്രഭഗവാന് ഡൗട്ട് ഉണ്ടായപ്പോൾ അദ്ദേഹം ആ ഡൗട്ട് തീർക്കാൻ വേണ്ടി വാൽമീകി മഹർഷിയെ സ്വർഗലോകത്ത് കൊണ്ടുപോയി. ഇന്ദ്രൻ സംശയം ചോദിക്കുന്നത് നമ്മുടെ മഹാഭാരതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃപാചാര്യരും അദ്ദേഹം വേറൊരു നമ്മുടെ ഭഗവാൻ കൃഷ്ണന്റെ കസിൻ പുത്രനോട്ട് വഴക്കുണ്ടാകുകയാണ്. അപ്പോ യുദ്ധമുറ നീ തെറ്റിക്കുന്ന എന്തിനാണ്, മഹർഷി വാൽമീകി പറഞ്ഞ നിനക്ക് ഓർമ്മയില്ലേ എന്ന് കൃത്യമായി
രേഖപ്പെടുത്തിയിട്ടുണ്ട് സഭാപർവ്വം എന്ന് പറയുന്ന മഹാഭാരതത്തിനകത്ത്. വളരെ കൃത്യമായി വാത്മീകി മഹർഷി യുധിഷ്ഠിരനെ കാണാൻ വരികയാണ്. അന്ന് യുധിഷ്ഠിരൻ എന്തോ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവരാത്രിയാണ്. യുധിഷ്ഠിരനോട് വാത്മീകി ചോദിച്ചു, രാജാവേ, നിനക്ക് ഇന്ന് രാത്രി എന്തോന്നറിയാവോ? അത് അന്ന് പഞ്ചാംഗമൊന്നുമില്ല, ഇങ്ങനെ അറിഞ്ഞൂടാ. യുധിഷ്ഠിരൻ പറഞ്ഞു, അറിഞ്ഞൂടാ. വാത്മീകി മഹർഷി പറഞ്ഞു, ഇന്ന് ശിവരാത്രിയാണ്. പരമശിവൻ നിനക്ക് ആരാന്നറിയാമോ? അനുശാസന പർവ്വം 118 അധ്യായം മുഴുവൻ വാത്മീകി യുധിഷ്ഠിരന് ക്ലാസ് എടുക്കുകയാണ്. അതിലെ അനുശാസന പർവ്വം 118 അധ്യായത്തിലെ 8-ാം ശ്ലോകത്തിൽ പരമശിവൻ ആരാണെന്ന് ഒറ്റ ശ്ലോകത്തിലാണ് വാത്മീകി മഹർഷി ഡിഫൈൻ ചെയ്യുന്നത്. ശിവരാത്രിക്ക് 8 മന്ത്രങ്ങളാണ് ചൊല്ലേണ്ടത്. ആരാണ് ഏത് മന്ത്രം ചൊല്ലേണ്ടതെന്ന് ക്ലാസ് എടുക്കുകയാണ്. അങ്ങനെ പ്രഗത്ഭമായി പുരാണങ്ങളിൽ പലതവണ പറഞ്ഞിട്ടുള്ള, ദേവേന്ദ്രന് പോലും ഇന്ദ്രസദസ്സിൽ പോയി സംശയം തീർക്കുന്ന പ്രജേതസ് എന്ന് പറയുന്ന മഹർഷിമാരുടെ കുലത്തിൽ ജനിച്ച ആളാണ് ഈ വാത്മീകി. അത് മധ്യകാലഘട്ടത്തിൽ ഈ ജാതി ചിന്ത വെച്ചിട്ട് ഈ വാത്മീകിയെ പിടിച്ച് മുക്കുവനും കൊള്ളക്കാരനും ഒക്കെ ആക്കിയത് നിങ്ങൾ വിശ്വസിച്ച് കളയരുത്. മഹാനായ വാത്മീകി ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിയാണ്. വാത്മീകി മഹർഷി എഴുതിയ രാമായണത്തിന് 6 ഖണ്ഡങ്ങൾ മാത്രമേ ഉള്ളൂ. യുദ്ധം കഴിഞ്ഞ് സീതാദേവിയോടൊപ്പം വന്ന സുന്ദരമായി രാജ്യം ഭരിച്ചു എന്ന് പറഞ്ഞ് വാത്മീകി അവസാനിപ്പിച്ചതാണ്. പക്ഷേ ആദ്യമായി ഒരു ബ്രാഹ്മണ രാജവംശം ഇവിടെ വന്നു. പുഷ്യമിത്ര സുങ്കൻ BC 186 അശോക ചക്രവർത്തിയുടെ കൊച്ചുമകൻ ബൃഹദത്തനെ വെട്ടിക്കൊന്ന ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരൻ ഭരണത്തിൽ വന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് എഴുതി ഉണ്ടാക്കിയാണ് ഉത്തര രാമായണം. ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചു, വാത്മീകിയുടെ ആശ്രമത്തിൽ താമസിച്ചു, ലവകുശന്മാരോടെ വളർന്നു, അവസാനം ശംഭു മഹർഷിയുടെ തലവെട്ടി. ഇതൊന്നും വാത്മീകി എഴുതിയ രാമായണത്തിലില്ല. ഉത്തര രാമായണം ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. നിങ്ങൾ ഇതൊക്കെ കേട്ട് പഠിച്ചുകൊണ്ട് എന്നോട് എതിർപ്പുണ്ടായിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. അപ്പൊ ഈ വാത്മീകി എഴുതിയ രാമായണത്തിൽ നിന്ന് ശ്രീരാമനെ പറ്റി നമ്മൾ പഠിക്കേണ്ട കാര്യം പഠിക്കണം. അപ്പൊ ആരായിരുന്നു ശ്രീരാമൻ? ശ്രീരാമന്റെ വംശ പരമ്പര രാമായണത്തിൽ പറയുന്നുണ്ട്. വൈശ്വത മനുവിന്റെ വംശപരമ്പരയിൽപ്പെട്ട, കശ്യപ മഹർഷിയുടെ വംശപരമ്പരയിൽപ്പെട്ട, ഇക്ഷ്വാകുവിന്റെ വംശപരമ്പരയിൽപ്പെട്ട, സാഗരന്റെ വംശപരമ്പരയിൽപ്പെട്ട, സത്യരാജാവായ ഹരിചന്ദ്രന്റെ വംശപരമ്പരയിൽപ്പെട്ട, ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഭാഗീരഥന്റെ വംശപരമ്പരയിൽപ്പെട്ട, ആദ്യമായി ശൂന്യാകാശത്ത് പോയി സാറ്റലൈറ്റ് ഉണ്ടാക്കി പോയി താമസിച്ച തൃശങ്കുവിന്റെ വംശപരമ്പരയിൽപ്പെട്ട, ദിലീപിന്റെ വംശപരമ്പരയിൽപ്പെട്ട, രഘുവിന്റെ വംശപരമ്പരയിൽപ്പെട്ട ദശരഥന്റെ മകനാണ് ശ്രീരാമൻ. ശ്രീരാമന്റെ വംശപരം 42 തലമുറ അങ്ങോട്ട് എടുത്താൽ പുരാണം വളരെ കൃത്യമായി നമ്മോട് പറയുകയാണ് എത്ര മഹാന്മാരുടെ ഗുണങ്ങളാണ് ശ്രീരാമനിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ആ 42 തലമുറയിൽ നിന്ന് ശ്രീരാമൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ശ്രീരാമനെ മനസ്സിലാക്കാൻ. അപ്പൊ ആ ശ്രീരാമന്റെ പിതാവായ ദശരഥൻ, അദ്ദേഹം ഹരിയാനയും പഞ്ചാബും ഡൽഹിയും ഭരിച്ചിരുന്ന സൂര്യവംശത്തിലെ രാജകുമാരനായിരുന്നു. അദ്ദേഹം കൗസല്യെ കല്യാണം കഴിച്ചു. കോസൽ രാജ്യത്തിലെ രാജകുമാരിയാണ്. കോസൽ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് അയോധ്യ. ഈ ഭാര്യയെ കല്യാണം കഴിച്ച് ദത്ത് കയറിയതാണ് ദശരഥൻ അയോധ്യയിലേക്ക്. അയോധ്യയിൽ ദശരഥന് യാതൊരു അധികാരമില്ല. അങ്ങനെ ദത്ത് കയറിയ ദശരഥന് കൗസല്യയിൽ ഒരു കുട്ടി ജനിച്ചു. അതാണ് ശാന്ത എന്ന് പറയുന്ന പെൺകുട്ടി. ആ ശാന്ത എന്ന് പറഞ്ഞ പെൺകുട്ടിയെ വളർത്തി കല്യാണം കഴിച്ച് ആ കുട്ടിക്ക് ആ രാജ്യത്തിന് അയോധ്യയുടെ ഭരണം കൊടുക്കണം. ഈ ദശരഥന് വലിഞ്ഞേറി വന്ന പോലെ ശാന്തയെ കെട്ടുന്ന കുട്ടിക്ക് ആ രാജ്യത്തിന് അവകാശം ഉണ്ടായിരുന്നു. ദശരഥൻ എന്ത് ചെയ്തു? ഈ ശാന്തയെ പിടിച്ചിട്ട് അംഗരാജ്യത്തിലെ ലോകപാതന് ദത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. ദത്ത് കൊടുത്തു കഴിഞ്ഞ് 20 കൊല്ലമൊക്കെ മക്കളുണ്ടായില്ല. ആ ലോകപാതൻ വളർത്തിയ ശാന്ത അംഗരാജ്യത്തിൽ മഴ പെയ്യാതായപ്പോൾ ഋഷ്യശൃംഗ മുനി വന്നിട്ട് യാഗം ചെയ്ത് മഴ പെയ്ച്ചു. അതിന് പ്രതിഫലമായി ഈ ലോകപാതനെ പിടിച്ച തലയിൽ കൊമ്പുള്ള സ്ത്രീ എന്ന് വെച്ചാൽ എന്താണെന്നറിയാത്ത ഋഷ്യശൃംഗിന് കല്യാണം കഴിച്ചു കൊടുത്തു. സ്വന്തം മോളെ നമ്മൾ കൊടുക്കുവോ? വല്ലവന്റെയും കുഞ്ഞല്ലേ, അങ്ങ് കൊടുത്തു. ഈ വിവരം അറിഞ്ഞ ദശരഥൻ ഋഷ്യശൃംഗ മുനിയെ കൊണ്ടുവന്ന് യാഗം ചെയ്യിച്ചു. ആ യാഗത്തിൽ പായസം കൊടുത്തിട്ടുണ്ടായതാണ് ശ്രീരാമനും സഹോദരങ്ങളും. അപ്പോൾ ആൺമക്കൾ ഉണ്ടായില്ല എന്നുള്ള ന്യായത്തിൽ കൗസല്യെ കെട്ടിയ ദശരഥൻ രണ്ടാമത് കൈകേയിയെ വിവാഹം കഴിച്ചു. കൈകേയി ഉജ്ജയിനി എന്ന് പറഞ്ഞ രാജ്യത്തിലെ രാജാവ്, യുധാജിത്ത് രാജാവിന്റെ സഹോദരിയാണ് കൈകേയി. ഉജ്ജയിനിയിലെ കാളിദാസന്
അറിവ് കിട്ടിയ ഉജ്ജയിനിലെ കാളിക്ഷേത്രമല്ലേ, അതിന്റെ അടുത്താണ് ഈ കൈകേയിയുടെ കൊട്ടാരം. രണ്ടാമത് കല്യാണം കഴിച്ചു, അതിന് കുട്ടി ഉണ്ടായില്ല. പിന്നെ ദശരഥൻ പോയി കാശിയിൽ പോയി ത്രിവേണി സംഗമം, അവിടെ ഭരിക്കുന്ന രാജാവിന്റെ മകൾ സുമിത്രയെ കല്യാണം കഴിച്ചു. മൂന്നെണ്ണത്തെ കെട്ടിട്ട് ഇയാൾ നിർത്തിയോ? ഇല്ല. പിന്നെ 50 സ്ത്രീകളെ കല്യാണം കഴിച്ചു, 50 വെപ്പാട്ടീസിനെ കോൺഗ്രസിനെ കല്യാണം കഴിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഒന്നിലേറെ സ്ത്രീകളെ കല്യാണം കഴിച്ചാൽ ഉണ്ടാകുന്ന ഗതികേട് എല്ലാ സ്ത്രീയും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതിലാണ് ഈ കുഴപ്പം മുഴുവൻ തുടങ്ങുന്നത്. അപ്പോൾ തുടക്കം മെയിൽ ഷോവിനിസമാണ്. പെൺകുട്ടി ആൺകുട്ടി ഒരുപോലെ കാണാൻ ദശരഥന് കഴിഞ്ഞില്ല. കൗസല്യ ജനിച്ച പെൺകുട്ടിക്ക് കോസല രാജ്യം കൊടുത്തിട്ട് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചവന് സന്തതി കൊടുത്തിരുന്നെങ്കിൽ ഈ കുഴപ്പമില്ല ഉണ്ടാവോ? ഉണ്ടാവില്ല. ആൺകുട്ടിയെ കല്യാണം കിട്ടാൻ വേണ്ടി ഈ പരിപാടിയെല്ലാം കഴിച്ച് അങ്ങനെ പായസം കൊടുത്ത് പായസം വാങ്ങിച്ച് കഴിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കഥയിൽ 4 ആൺമക്കൾ ജനിക്കുകയാണ്. കൗസല്യക്ക് ജനിച്ചു ശ്രീരാമൻ, ഭരതൻ ജനിച്ചു കൈകേയി, സുമിത്ര പിന്നെ രണ്ടുപേരുടെയും പായസം തന്നെ വീതം വാങ്ങിച്ച് കുടിച്ചത് കാരണം 2 കുട്ടികൾ ജനിച്ചു. കൗസല്യ കൊടുത്ത പായസം കൊടുത്ത ആ പായസത്തിന് കിട്ടി ലക്ഷ്മണൻ, മറ്റേ കൈകേയി കൊടുത്ത പായസം മറ്റേ പായസം കൈകേയിന് കിട്ടിയ പായസം കുടിച്ചിട്ട് ഉണ്ടായതാണ് ശത്രുഘ്നൻ. അങ്ങനെ 4 പേര് മക്കളായിട്ടുണ്ടാവുകയാണ്. ഈ 4 മക്കളുടെയും പേരിൽ 4 ക്ഷേത്രം നിങ്ങളിവിടെ സ്ഥാപിച്ചിരിക്കുന്നു, 4 അമ്പലം സ്ഥാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാമായണത്തിലെ സന്ധി പരമ്പരയുടെ 4 പേരുടെയും അവകാശവാദമുള്ള അപൂർവമായ ഒരു സംഗമം നിങ്ങൾക്ക് പൈതൃകമായി കിട്ടിയിരിക്കുകയാണ്. ഇത് സാധാരണ ഒരു സ്ഥലത്തും ജനങ്ങൾ കിട്ടുന്നതല്ല. കേരളത്തിൽ തന്നെ ഇത് കിട്ടിയത് വേറെ ഒരു നമ്മുടെ ഇരിങ്ങാലക്കുടക്കടുത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ അപൂർവ സൗന്ദര്യം സൗഭാഗ്യം നിങ്ങൾ സന്തോഷത്തോടി ആചരിക്കണം. അങ്ങനെ ആചരിക്കുമ്പോൾ എന്താണ് ഈ കഥയുടെ തുടക്കം? കഥയുടെ തുടക്കം എന്ന് പറയുന്നത് ദശരഥൻ വേട്ടയാടാൻ പോയപ്പോ ആന വെള്ളം കുടിക്കാൻ സംശയത്തില് അദ്ദേഹം അസ്ത്രം അയച്ചു. ആ അസ്ത്രം പോയി മുനികുമാറിന്റെ നെഞ്ചിൽ തറച്ചു. അങ്ങനെ നെഞ്ചിൽ കുട്ടിക്കാണ് അമ്പേറ്റെന്ന് ദശരഥൻ ഓടി വന്ന് രക്ഷിക്കാൻ നോക്കി, പറ്റിയില്ല. ആ കുട്ടിയെ കൊണ്ട് ദശരഥൻ ആ മുനിയുടെ അടുത്ത് വന്നു. ഈ കുട്ടിയുടെ അത്രയും സ്വർണം ഞാൻ തരാം. മുനി പറഞ്ഞു, എന്നെ നോക്കാൻ ആകെ ഉണ്ടായിരുന്ന ഈ മോനാണ്, അവനെ കൊന്ന് നീ സ്വർണം തന്ന എന്നെ ആരും നോക്കും? ദശരഥൻ പറഞ്ഞു, എന്നാ അങ്ങൊരു കാര്യം ചെയ്യും, മുനിയും ഭാര്യയും കൂടെ അയോധ്യയിലെ കൊട്ടാരത്തിൽ വാ, ഞങ്ങളവിടെ നോക്കിക്കോളാം. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റിയ സ്ഥലമല്ല ആ സ്ഥലം. അങ്ങനെ അദ്ദേഹം ആത്മാഹൂതി ചെയ്യുകയും അതിന്റെ ശാപം പുത്രദുഃഖത്താൽ നീ മരിക്കും, ആ ശാപം ഏൽക്കുകയാണ്. അപ്പോൾ ദശരഥൻ ചെയ്ത തെറ്റ് ശബ്ദശസ്ത്രം, അതായത് കാണാതെ ശബ്ദം കേട്ട ദിശയിലോട്ട് അമ്പയച്ച് ലക്ഷ്യം നേടാൻ നോക്കി. ശബ്ദശസ്ത്രം ഇതേ തെറ്റാണ് മഹാഭാരതത്തിൽ ഏകലവ്യൻ ചെയ്യുന്നത്. ദ്രോണൻ ഇങ്ങനെ വരികയാണ്, അപ്പോ പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേട്ടോ, പട്ടി കുരയ്ക്കുന്ന ഡയറക്ഷനിൽ ഏകലവ്യൻ അമ്പയച്ചു. ദ്രോണറുടെ പട്ടിയുടെ വായിക്കകത്ത് 8 അമ്പ് കയറി കുരയ്ക്കാൻ പറ്റാത്ത പരിവായി. ദശരഥൻ ചെയ്ത അതേ ശബ്ദശസ്ത്രമാണ് ഏകലവ്യൻ ചെയ്യുന്നത്. അവിടെ നിന്നാണ് ശാപം തുടങ്ങുന്നത്. ഇത് ഓരോ കുട്ടിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. ലക്ഷ്യം കാണാതെ ആയുധം പ്രയോഗിക്കരുത്. ശബ്ദം കേട്ട സ്ഥലത്ത് ആയുധം പ്രയോഗിച്ചാൽ പറ്റുന്ന അമളിയാണ്. നമ്മുടെ കുട്ടികളിൽ പലരും റേഡിയോയിൽ എന്തോ കേട്ടു, ടെലിഫോണിൽ എന്തോ കേട്ടു, ടെലിവിഷൻ എന്തോ കേട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ ഇറങ്ങിപ്പോകും. അങ്ങനെ ചെയ്യരുത്. ലക്ഷ്യം കണ്ട് മാത്രമേ പ്രവർത്തിക്കാവൂ. ശബ്ദശസ്ത്രം ചെയ്താൽ ഉണ്ടാകുന്ന അപകടം ദശരഥൻ ജീവിതത്തിൽ നമ്മൾ പഠിക്കാൻ 3ാമത് നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. ശബ്ദശസ്ത്രം ചെയ്യരുത്. ലക്ഷ്യം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ആക്രമിക്കാവൂ, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തെ നോക്കി പോകണം, എങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു അപകടം പറ്റിക്കഴിഞ്ഞപ്പോൾ 18 വയസ്സായി ശ്രീരാമനെ യുവരാജാവായി വാഴിക്കാൻ പോവുകയാണ്. യുവരാജാവായി വാഴിക്കാൻ പോകുമ്പോൾ കൈകേയി ഒരു പ്രശ്നം എടുത്തിട്ടു. കൈകേയി എന്തോ പ്രശ്നം? ദേവാസുര യുദ്ധത്തിന് പോയപ്പോ രഥത്തിന്റെ ചക്രത്തിന് ആണി ഒടിഞ്ഞപ്പോ അവള് വിരലിട്ട് അതിനകത്ത് കയറ്റി. അപ്പൊ കൈകേയിയുടെ വിരലുകൾ ഇരുമ്പ് പോലെ ആവാനൊരു അനുഗ്രഹം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ദുർവാസാവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് കൈ അങ്ങ് സ്റ്റീൽ പോലാക്കിട്ട് വിരലിട്ട് കൊടുത്തു. അങ്ങനെ ദശരഥന്റെ ജീവൻ രക്ഷിച്ചു. പകരം 2 വരം തരാമെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചില്ല, പിന്നാട്ടം പറഞ്ഞു. ആ വരമെടുത്ത് പ്രയോഗിക്കാൻ കൈകേയിക്ക് പറഞ്ഞു കൊടുത്ത ആരാണ്? മന്ധര. മന്ധരയ്ക്ക് കൂനുള്ള ഒരു സ്ത്രീയായിരുന്നു. മുടന്ത ഒരു കൂനും ഉണ്ടായിരുന്നു. മന്ധര ഹഞ്ച് ബാക്ക് ആയതുകൊണ്ട് ആ ഹഞ്ച് ബാക്ക് പോയി കൈകേയിക്ക് വേല വെച്ചു കൊടുത്തു.
കൈകേയി വരം ചോദിച്ചു, ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കണം, 14 വർഷത്തേക്ക് അയക്കണം. അപ്പോ കൈകേയിക്കോ ദശരഥനോ അയോധ്യയിൽ വല്ല അവകാശമുണ്ടോ? യാതൊരു അവകാശമില്ല. കൗസല്യക്ക് അപ്പം കൊടുത്ത സ്ഥലമാണ്. കോസലായിരുന്നു അവസാനമാണ് അയോധ്യ. ദശരഥനോ കൈകേയിക്കോ അയോധ്യയിൽ യാതൊരു അവകാശമില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞ അവരുടെ ഫാദേഴ്സ് പ്രോപ്പർട്ടി അല്ല അയോധ്യ. കൗസല്യയുടെ മക്കൾക്ക് മാത്രം അവകാശപ്പെട്ടാണ്, ശ്രീരാമന് മാത്രം അവകാശപ്പെട്ടാണ്. ശ്രീരാമൻ പറഞ്ഞു, അച്ഛൻ്റെ ഉത്തരവിനെ ഞാൻ അനുസരിക്കുന്നു, ഞാൻ പോവുകയാണ്. അങ്ങനെ ശ്രീരാമൻ കാട്ടിലേക്ക് പോവാണ്. അപ്പൊ ശ്രീരാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ വളരെ കൃത്യമായ ഒരു പാഠം നമ്മൾ കാണുകയാണ്. ശ്രീരാമന് 17 വയസ്സായപ്പോ മഹർഷി വന്നു. മഹർഷി വന്നിട്ട് പറയുന്നു, നിങ്ങളുടെ 2 മക്കളെ ഞങ്ങളുടെ വിശ്വാമിത്രൻ ഞങ്ങളുടെ കൂടെ പഠനമെന്നത്. ദശരഥന് സഹിക്കാൻ പറ്റിയില്ല, പക്ഷെ വാക്ക് കൊടുത്ത് കൊണ്ടുപോയേക്കാം. ആ വാക്കനുസരിച്ച് ശ്രീരാമൻ അന്ന് വിശ്വാമിത്രന്റെ കാട്ടിലേക്ക് പോയി. 16 വയസ്സ്, +2 പഠിക്കുന്ന കാലത്താണ് ശ്രീരാമൻ കാട്ടിലേക്ക് പോകുന്നത്. ഒരു കുട്ടിക്ക് ജീവിതത്തിൽ എന്തൊക്കെ അറിയണമോ പഠിക്കണമോ, +2 പഠിക്കുന്ന കാലത്ത് ആ കുട്ടിയെ ശരിക്ക് ഗ്രൗണ്ട് ഇട്ട് കൊടുത്താൽ ആ കുട്ടി പഠിക്കുക. ആ +2 പഠിക്കേണ്ട പ്രായത്തിൽ ശ്രീരാമൻ കാട്ടിൽ വന്നു. ആ കാട്ടിൽ വന്ന സമയത്താണ് മഹാബലിയുടെ കഥ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഈ ഓണത്തിന് പറയുന്ന കഥ ആദ്യമായിട്ട് പറയുന്നത് ഈ വിശ്വാമിത്രൻ ശ്രീരാമനോട് കഥ പറയുമ്പോഴാണ്. വളരെ കൃത്യമായി കാട്ടിലെങ്ങനെ ജീവിക്കണം ഇതൊക്കെ വളരെ ശ്രദ്ധേയമായി പറഞ്ഞു കൊടുക്കുകയാണ് കാട്ടിൽ വെച്ച്. അപ്പൊ +2 കാലഘട്ടത്തിൽ കിട്ടുന്ന ട്രെയിനിങ് ജീവിതകാലം മുഴുവൻ ഫലിക്കും. അന്ന് 2 കൊല്ലത്തെ ട്രെയിനിങ് കിട്ടിയപ്പോ ആ വനത്തിൽ ജീവിക്കാനുള്ള ട്രെയിനിങ് ശ്രീരാമൻ ഇവിടെ 14 കൊല്ലം അനുഗ്രഹമായി ഭവിച്ചു. അങ്ങനെ അദ്ദേഹം കാട്ടിലാണ്. അപ്പൊ കുട്ടികളെ ഏത് പ്രായത്തിലാണ് നമ്മൾ ജീവിതത്തിൽ പ്ലാൻ ചെയ്യിക്കേണ്ടത് കൃത്യമായി രാമായണം നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ശ്രീരാമൻ കാട്ടിൽ വന്നപ്പോ ആദ്യമായി അദ്ദേഹം കാണുന്നത്, അദ്ദേഹം 16 വയസ്സുള്ളപ്പോൾ വന്ന സമയത്ത് കൂടെ വന്ന് ജീവിച്ച ഒരു മുനികുമാരൻ ഉണ്ടായിരുന്നു. ആ മുനികുമാരൻ വന്നു ശ്രീരാമനോട് പറഞ്ഞു, രാമ, കൊട്ടാരം ജീവിക്കുന്നവരോട് ജീവിക്കാൻ പറ്റിയല്ല. നീ ഇവിടെ ജീവിക്കുമ്പോൾ ചില കാര്യം ശ്രദ്ധിച്ചോണം. നേരം വെളുത്ത് 5:30-6 മണിയാകുമ്പോൾ ആറ്റി വെള്ളമൊന്നും കുടിക്കാൻ വന്നകളായിരുന്നു. അപ്പം മൃഗങ്ങളെല്ലാം ഒന്ന് വെള്ളം കുടിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇറങ്ങി വന്നാണ്ടല്ലോ മൃഗങ്ങളുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും. അത് പാടില്ല. പിന്നെ ഈ പഴങ്ങൾ കാണുമ്പോൾ ഉണ്ടല്ലോ, അത് എല്ലാ പഴവും പറിച്ച് തിന്നുകളായിരുന്നു. ഇന്ന പഴം കൊള്ളാം, ഇന്ന പഴം കൊള്ളുകയില്ല. അത്തിപ്പഴം എന്നൊരു പഴമാണ്, കണ്ട നല്ല സൗന്ദര്യമാണ്, പക്ഷെ തിന്നാറുണ്ടല്ലോ വിഷമാണ്. തുണ്ടിപ്പഴം, അത്തിപ്പഴം, തുണ്ടിപ്പഴം തന്നെ അപകടമാണ്. കാളിദാസൻ ശകുന്തല വന്ന ശേഷം പറയുന്നു, സ്ത്രീകളുടെ ചുണ്ടുകൾ തുണ്ടിപ്പഴം പോലെയാണ്, അത് കണ്ട് ആകർഷിച്ച് പോയ അപകടത്തിൽ ചാടുന്നതാണ്. സ്ത്രീകളെ തന്നെ തല്ലിക്കൊല്ലാൻ വന്നുള്ളതല്ലേ കാളിദാസൻ പറയുന്നത്, ഞാൻ പറയുന്നതല്ല. അപ്പോ തുണ്ടിപ്പഴം തിന്നരുത്, മറ്റേ പഴം ഇന്നതാണ് കുഴപ്പം. ഈ എഫക്റ്റീവ് ക്ലാസ്സാണ് ആ മുനി കൊടുക്കുന്നത്. ആ ക്ലാസ് ശ്രീരാമനെ വളരെ ഭംഗിയായിട്ട് സഹായിക്കുന്നു. അപ്പൊ നമ്മളൊരു പ്രതിസന്ധി നേരിടാൻ പോകുമ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? രാമായണം നമ്മളെ പഠിപ്പിക്കാൻ വാട്ട് ഈസ് എ പ്രോബ്ലം അത് മനസ്സിലാക്കിയ ശേഷം അതിനെ നേരിടാനുള്ള പണി വളരെ ഭംഗിയായിട്ട് രാമായണത്തിൽ പറയുക. അങ്ങനെ പോകുമ്പോഴാണ് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠമാണ്, അവരുടെ സേഫ്റ്റി അവർ നോക്കിയെങ്കിലേ പറ്റുള്ളൂ. ഈ സീതാദേവിക്ക് ഈ സേഫ്റ്റി നോക്കാൻ അറിഞ്ഞൂടാ. ഇറങ്ങി ചുമ്മാ കാട് കണ്ട് സൗന്ദര്യം കണ്ടെങ്കിൽ പോവാണ്. അങ്ങനെ കാട്ടിൽ വരുമ്പോഴാണ് ആദ്യം വിരാടൻ എന്ന് പറയുന്ന രാക്ഷസൻ സീതാദേവി പൊക്കൊണ്ട് ഒറ്റ ഓട്ടം. ശ്രീരാമൻ എവിടെ ഇങ്ങനെ ഇരിക്കാൻ കുറച്ച് കഴിഞ്ഞൊന്നും ഭാര്യയെ കാണുന്നില്ല. അപ്പോഴാണ് ആരോ എന്ന് പറഞ്ഞിങ്ങനെ ഒരു രാക്ഷസൻ പൊക്കിക്കൊണ്ട് പോയത്. അങ്ങനെ ശ്രീരാമൻ വന്നിട്ട് വിരാടനെ കൊന്നിട്ട് സീതാദേവി രക്ഷിച്ചു. ഒരു തവണ അപകടം പറ്റി. ഈ സ്ത്രീ പാഠം പഠിക്കണ്ടേ? കാട്ടിലെ സുരക്ഷിതത്വം, അന്യപുരുഷന്മാരെ രക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് ഒരു സ്ത്രീ സ്വയം പഠിക്കണ്ടേ? ആ വിരാടൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ ശ്രീരാമൻ പറഞ്ഞു കൊടുത്ത പാഠം സീതാദേവി അനുസരിച്ചില്ല. 2ാമത്തെ രാക്ഷസൻ രാവണൻ പിടിച്ചുകൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ ബാധ്യതയാണ്. പക്ഷെ സ്ത്രീകൾ പാലിച്ചിരിക്കേണ്ട നിയമം പാലിച്ചില്ലെങ്കിൽ ഈ ഭർത്താവിനെ പോലും രക്ഷിക്കാനൊക്കെയല്ല. രാമായണം നമ്മളെ പഠിപ്പിക്കുകയാണ് ഹൗ എ വുമൺ ഷുഡ് പ്രൊട്ടക്ട് ഹെർസെൽഫ്. വിരാടൻ പിടിച്ചോണ്ട് പോയി. പിന്നെ രാവണന്റെ വലയിൽ ചെന്ന് പെട്ടു സീതാദേവി. അങ്ങനെ രാവണൻ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോ അതിന്റെ പുറകെ ശ്രീരാമൻ
ലക്ഷ്മണൻ സൈന്യവും രാക്ഷസ വാനര സൈന്യവും കൂടെ പോയി. നിങ്ങൾക്കറിയാവുന്ന കഥയനുസരിച്ച് രാമായണ യുദ്ധം അരങ്ങേറുകയാണ്. അപ്പൊ മഹാനായ ഋഷി ശ്രീരാമന് കുറെ ആഭരണം കൊടുത്തിരുന്നു. ആഭരണം കൊടുത്തിട്ട് പറഞ്ഞു, രാമ, ഇത് നീ തന്നെ സൂക്ഷിച്ചോണം കേട്ടോ, അല്ലെങ്കിൽ അപകടമാണ്. ശ്രീരാമൻ എന്ത് ചെയ്തു? ഭാര്യയ്ക്കെടുത്ത് കൊടുത്തു. ആ ഭാര്യയ്ക്കെടുത്ത് കൊടുത്ത് ഭാര്യ ഇതെല്ലാം ഇട്ടോണ്ടിരിക്കുന്ന സീത എല്ലാം ഇട്ടോണ്ട് നടക്കും. പക്ഷെ ആ ആഭരണമാണ് അവസാനം രക്ഷിച്ചത്. വിമാനത്തിലിരുന്നത് പോകുമ്പോൾ കരഞ്ഞു വിളിച്ചോണ്ട് താപ്പോട്ടി ആഭരണം ഓരോന്നും ഇട്ടോണ്ടിരുന്നു. ആഭരണം കൈകെട്ടിയപ്പോഴാണ് ഈ പുഷ്പവിമാനം പോയ ഡയറക്ഷൻ മനസ്സിലാകുന്നത്. ആ ഡയറക്ഷൻ മനസ്സിലാക്കാൻ ആ സ്വർണ്ണാഭരണമാണ് വിനിയോഗിച്ചത്. അപ്പൊ ആ സ്വർണ്ണാഭരണം കൊണ്ടുവന്നിട്ട് ലക്ഷ്മണോട് ചോദിച്ചു, ലക്ഷ്മണ, നിനക്ക് ഈ ആഭരണം കണ്ട തിരിച്ചറിയോ? ലക്ഷ്മണൻ പറഞ്ഞു, എനിക്ക് ഒരാഭരണം തിരിച്ചറിയാൻ പറ്റും. അത് സീതാദേവി കാലിൽ അണിഞ്ഞിരുന്ന പാദസരാണ്. ഞാൻ ദിവസവും ചേട്ടത്തന്നെ പോയി കാലത്തൊട്ട് വന്നിക്കും. ആ പാദസരയിൽ കണ്ടറിയാം. പക്ഷെ മുഖത്തോ കഴുത്തിലോ കിടക്കുന്ന ആഭരണം ഞാൻ കണ്ടിട്ടില്ല. കാരണം മൂത്ത ചേച്ചിയുടെ സിസ്റ്റർ-ഇൻ-ലോയുടെ സൗന്ദര്യം ഭർത്താവിന്റെ ഇളയ അനിയൻ ആസ്വദിക്കാൻ പോകാൻ പാടില്ല. ലക്ഷ്മണൻ പറഞ്ഞു, ഞാനത് സീതാദേവിയുടെ മുഖവും ശ്രദ്ധിച്ചിട്ടില്ല, കഴുത്തും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ രാവിലെ തൊട്ട് വന്നിക്കുമ്പോൾ പാദസര എനിക്കറിയാം. ഇത് സീതാദേവിയുടെ പാദസരാണ്. അപ്പൊ സീതാദേവി കൊണ്ടുപോയി ഡയറക്ഷൻ മനസ്സിലാക്കുന്നത് ഒരു ബ്രദർ-ഇൻ-ലോ സിസ്റ്റർ-ഇൻ-ലോയെ നോക്കുമ്പോൾ പാലിക്കേണ്ട ഒരു നിയമം രാമായണം നമ്മളെ പഠിപ്പിക്കുകയാണ്. വീട്ടിലൊരു സ്ത്രീയാണെങ്കിൽ പോലും ആ സ്ത്രീയെ നോക്കുമ്പോൾ ചില റെസ്ട്രിക്ഷൻസ് വേണം. ആ പാദസരം ലക്ഷ്മണൻ തിരിച്ചറിയും. അപ്പം മനസ്സിലായി ലങ്കയുടെ ഡയറക്ഷനിലാണ് പോയിരിക്കുന്നതെന്ന്. അങ്ങനെ പാദസരം കൈകിട്ടുക. അപ്പൊ ഈ ഋഷി കൊടുത്ത ആഭരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ആയുധം ആഭരണം സീതാദേവി കൊടുത്താണ് സീതാദേവി എറിയുന്നത്. അവൻ മുന്നിൽ പറഞ്ഞ ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞെങ്കിലും അത് കൊടുത്തത് ഇൻഡയറക്ട്ലി ഹെൽപ്ഫുള്ളായി മാറി. വളരെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ്. അപ്പം സ്വർണം എന്തുകൊണ്ടോ സ്ത്രീകൾക്കും ദൈവങ്ങൾക്കും വലിയ ഇഷ്ടമാണ്. എന്താണ് ഈ ദൈവങ്ങൾക്ക് ഈ സ്വർണത്തോട് ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ സ്ത്രീകൾക്കും ദൈവങ്ങൾക്കും സ്വർണം വലിയ ഇഷ്ടമാണ്. പക്ഷെ അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുകയും സൂക്ഷിക്കേണ്ട സമയത്ത് സൂക്ഷിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ സ്ത്രീ അണിഞ്ഞുകൊണ്ട് പോകുന്ന സ്വർണ്ണാഭരണത്തിന് പുറകെ കള്ളം വീട്ടിൽ വരും, ഡെക്കോയിറ്റ് വീട്ടിൽ വരും. അവസാനം രാവണന്റെ ആക്രമണത്തിൽ വീട്ടിലിരിക്കുന്നവർക്ക് ഉണ്ടാകുന്ന പരിക്ക് ഉണ്ടാവാതെ സൂക്ഷിച്ചോണം രാമായണം നമ്മളെ പഠിപ്പിക്കുക. ശ്രീരാമൻ സൈന്യമെല്ലാം പോയി ലങ്കയെ ചെല്ലുമ്പോൾ ആ ലങ്കയെ രാമായണത്തിൽ വിവരിക്കുന്നുണ്ട്. രാവണൻ താമസിക്കുന്നത് 9 നില കെട്ടിടത്തിലാണ്. അതിൻ്റെ മുകളിലൊരു മട്ടപ്പാവുണ്ട്. അവിടെ ഇരുന്നാൽ ലോകത്തിൽ ആദ്യമായി ആർമി, നേവി, എയർഫോഴ്സ് ഉള്ള രാജാവ് രാവണനായിരുന്നു. രാവണൻ പുഷ്പവിമാനം ഉണ്ടാവേണ്ട എയർഫോഴ്സ് ഉണ്ട്. അദ്ദേഹം ഒരു ദ്വീപിന്റെ കരക്കിരിക്കുകയാണ്. അപ്പൊ ഈ കടലിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഈ മട്ടപ്പാവുന്ന കാണാം. പിന്നെ ലാൻഡ് ആർമിയുണ്ട്. ആദ്യമായി ആർമി, നേവി, എയർഫോഴ്സ് ഉള്ള ഒരു സൈന്യം ശ്രീരാമൻ്റെതാണ്. ശ്രീരാമൻ ആ സൈന്യത്തെ മാനേജ് ചെയ്യാൻ. അപ്പോഴാണ് ഹനുമാൻ ഇങ്ങനെ പറന്ന് ലങ്കയുടെ മുകളിൽ വന്ന് ലങ്ക ഇങ്ങനെ വർണ്ണിക്കുകയാണ്. അപ്പോ വാത്മീകി മഹർഷി ലങ്ക കണ്ടിട്ടില്ല. പക്ഷെ ഹനുമാൻ വന്ന് വാത്മീകി മഹർഷിയോട് പറയുന്ന ഭാഗമാണ് വാത്മീകി രാമായണത്തിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പ്രസ് പത്രങ്ങൾ വർക്ക് ചെയ്യാണ്. ഹനുമാൻ കണ്ട സംഭവം ഹനുമാൻ റിപ്പോർട്ട് ചെയ്തു. വാത്മീകി മഹർഷിക്ക് മനസ്സിലായി ലങ്ക എങ്ങനെയാണ്. വളരെ ഭംഗിയായിട്ട് വാത്മീകി മഹർഷി ലങ്കയെ വർണ്ണിക്കുകയാണ്. 9 നില കെട്ടിടം, അതിൻ്റെ മുകളിൽ മണ്ഡോദരിയും രാവണനും വന്നിരിക്കുന്നു. താഴെ അദ്ദേഹം നോക്കിയിട്ട് കടലിലെ നമുക്ക് സംഭവങ്ങളൊക്കെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു കുരങ്ങനെ പക്ഷി മേൽക്കൂടെ പോയി രാവണൻ ശ്രദ്ധിച്ചില്ല. എന്നിട്ട് അവിടെയാണ് ആദ്യമായി പോലീസിനെ പരാമർശിക്കുന്നത്. ഹനുമാൻ ഇങ്ങനെ താപ്പോട്ട് നോക്കിയപ്പോൾ 4 റോഡ് ചേരുന്ന സ്ഥലത്ത് ഒരു പോലീസുകാരൻ നിൽപ്പുണ്ട്. ആ പോലീസുകാരനെ വാത്മീകി രാമായണത്തിൽ വിളിക്കുകയാണ് ദണ്ഡായുധധാരക. ദണ്ഡം ചെയ്യാനുള്ള ആയുധം ധരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് നമ്മൾ ആദ്യം അർത്ഥം മനസ്സിലാക്കിയത്. ലാത്തിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലീസുകാരൻ നമ്മൾ ആദ്യം ധരിച്ചത്. പിന്നെയാണ് സംസ്കൃത വ്യാകരണന്മാർ പറഞ്ഞത് രാമായണം എഴുതിയ കാലത്ത് ദണ്ഡോ എന്നുള്ള വാക്കിന് അങ്ങനത്തെ അർത്ഥം ഉണ്ടായിരുന്നില്ല. വൈദിക സംസ്കൃതത്തിൽ ദണ്ഡോ എന്ന വാക്കിന് നീതി അല്ലെങ്കിൽ നിയമം എന്നായിരുന്ന അർത്ഥം. അതായത് ഈ ലാത്തി പിടിച്ചുകൊണ്ട് ആ ജംഗ്ഷൻ നോക്കുന്ന ഹവിൽദാരെ രാമായണത്തിൽ വാത്മീകി വിളിക്കുകയാണ് ദണ്ഡായുധധാരക, നീതിയുടെ ആയുധം ധരിച്ച് നിൽക്കുന്ന പോലീസുകാരൻ.
അപ്പോൾ ഇപ്പോഴത്തെ പോലീസുകാർക്ക് ഞാൻ ക്ലാസ് എടുക്കും. നിങ്ങൾ രാമായണത്തിൽ പറയുന്ന പോലെ നീതി രാജ്യം തെറ്റം നിൽക്കാവും, അല്ല ലാത്തി എടുത്ത് വഴിയെ നിന്നൊക്കെ തല്ലുന്നവനല്ല പോലീസുകാരൻ എന്ന് രാമായണം വെച്ചിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും പലപ്പോഴും അവരെ. അപ്പോൾ രാമായണത്തിലാണ് ആദ്യമായി ഒരു പോലീസ് സേന എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രാവണന്റെ കൊട്ടാരം എങ്ങനെയാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെയാണ് രാവണന്റെ സ്വഭാവം ഒരു സൈക്കോളജി ക്ലാസ്സായി നമുക്ക് കിട്ടുന്നത്. മണ്ഡോദരി സീതയോട് പറയുകയാണ്, എൻ്റെ ഭർത്താവ് രാത്രിയിൽ എഴുന്നേറ്റ് ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ നടക്കും, ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് നടക്കും. നേരം വെളുക്കുന്നതിൽ ഈ മനുഷ്യൻ ശരിക്കും ഉറങ്ങിയില്ല. പിന്നെ വന്ന് കിടന്ന് വെളുപ്പാങ്കാലത്ത് ഒറ്റ ഉറക്കമാണ്. ഇപ്പൊ നമുക്ക് അറിയാം ഈ രോഗം സോംനാംബുലിസം എന്ന് പറയുന്ന രോഗമാണ്, സ്ലീപ്പ് വാക്കിംഗ് എന്ന രോഗമാണ്. ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ രാവണൻ രക്ഷപ്പെടുത്തായിരുന്നു. പക്ഷെ അന്ന് ഈ ട്രീറ്റ്മെന്റ് ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ ഈ ഉറക്കത്തിൽ എഴുന്നിട്ട് നടക്കുക, വിളിച്ചു പോവുക, ഇങ്ങനെ പറയുന്ന ഒരു മാനസിക രോഗിയായിരുന്നു രാവണൻ എന്ന് മണ്ഡോദരി സീതയോട് പറയുന്ന ഭാഗം വാത്മീകി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒരു ഭർത്താവിന്റെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ അത് ആരോടും പറയാതിരുന്നുള്ളരുത്. ആ സ്വഭാവത്തിൽ നിന്ന് ആ മനുഷ്യൻ ഉണ്ടാകാൻ പോകുന്ന ഒരു രോഗം ഒരുപക്ഷെ ചികിത്സിച്ച് സുഖമാക്കാൻ പറ്റുന്ന രോഗമാണ്. വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാം. രാത്രി 3 തവണ ഭർത്താവ് എഴുന്നേറ്റ് മൂത്രമൊഴിക്കാൻ പോകാണ്. വളരെ സിമ്പിളാണ്. പോസ്റ്ററേറ്റ് തുടങ്ങിയിരിക്കുകയാണ്. 2 പഴം പറിച്ച് കഴിച്ചാൽ പോസ്റ്ററേറ്റ് പോകും, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും പോസ്റ്ററേറ്റ്. പക്ഷെ ഭർത്താവ് രാത്രി 3 തവണ എഴുന്നേറ്റ് മൂത്രമൊഴിക്കാൻ പോകുന്ന വിവരം ആരും മറച്ചു വെച്ചാലോ ആ മനുഷ്യൻ അവസാനം പോസ്റ്ററേറ്റ് കൂടി ആ മനുഷ്യൻ ചത്തു, ആ കാലത്തിൽ മരിച്ചു. ഭർത്താവിന്റെ ഒബ്സർവേഷൻ സഹായം വേണ്ടതെന്നാണെങ്കിൽ ഉപയോഗിക്കണമെന്ന് രാമായണം നമ്മളെ പഠിപ്പിക്കുകയാണ്. മണ്ഡോദരിയുടെ ആ പരിപാടി കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇനി യുദ്ധം കൊണ്ട് തുടങ്ങുമ്പോൾ ശ്രീരാമൻ പറയുകയാണ്, ഈ വാനരന്മാരെ വിളിച്ച് പറയുകയാണ്, നിങ്ങളെല്ലാം ധരിക്കുന്ന വേഷങ്ങളുണ്ടല്ലോ, മുഖത്ത് വെച്ചിരിക്കുന്ന മാസ്കും വാലും ഒക്കെ ഉണ്ടല്ലോ, അത് വല്ലാതെ നിങ്ങൾ യുദ്ധത്തിന് വന്നുകളയരുത്. അപ്പൊ നമ്മൾ ഈ ഹനുമാനൊക്കെ കുരങ്ങനാണെന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണ്. കുരങ്ങനല്ല. രാമായണത്തെ കൃത്യമായിട്ട് വാത്മീകി പറയുന്നുണ്ട്. യുദ്ധത്തിന് പോകുമ്പോൾ ഇവര് മാസ്ക് ധരിച്ചിരുന്നു. ഞങ്ങൾ ഹെൽമെറ്റ് ഒക്കെ വെക്കുന്ന മാസ്ക് ധരിച്ചിരുന്നു. കുരങ്ങന്റെ മുഖമാണ് ഈ മാസ്ക്, മുഖം മൂടി വെച്ചിരിക്കുന്നത്. വാല് വെച്ച് കെട്ടിയിരിക്കുകയാണ്. ശ്രീരാമൻ പറയും, നിങ്ങൾ ഈ മുഖത്ത് വെച്ചിരിക്കുന്ന മുഖം മൂടി കെട്ടിയിരിക്കുന്ന വാലും ഉണ്ടല്ലോ, നിങ്ങൾ യുദ്ധത്തിൽ വരുമ്പോൾ മാറ്റി വെച്ച് വന്നുകളയരുത്. കാരണം ആരാണ് രാക്ഷസൻ, ആരാണ് നമ്മുടെ സൈന്യം തിരിച്ചറിയണമെങ്കിൽ നിന്റെ മുഖത്ത് മുഖം മൂടി പുറകിൽ ആ വാലും ഉണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം ഈ ഹനുമാനും മറ്റൊരു കുരങ്ങന്മാരല്ല, മനുഷ്യരായിരുന്നുവെന്ന് വാത്മീകി വളരെ കൃത്യമായിട്ട് രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ യുദ്ധം നടക്കുന്നു. യുദ്ധത്തിന്റെ അവസാനം രാവണൻ വീഴുന്നു. എല്ലാം അറിയാവുന്ന കഥയാണ്. താഴെ വീണ് കഴിഞ്ഞപ്പോ ശ്രീരാമൻ പറയാണ്, ലക്ഷ്മണ, ഈ കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ അപോര പണ്ഡിതനാണ്. ഈസ് എ മാത്തമാറ്റീഷ്യൻ. ഗ്രാമറിൽ ഇദ്ദേഹത്തെക്കാൾ വലിയൊരു സാറിനെ നിനക്ക് കിട്ടുകയില്ല. രാജഭരണത്തിൽ ഈ മനുഷ്യൻ അഗ്രഗണ്യനാണ്. പിന്നെ തലവരക്കൊരു ചെറിയ കുഴപ്പമുണ്ട്, അങ്ങനെയാണ് ഇയാളിങ്ങനെ ആയിപ്പോയെന്നുള്ളതേ ഉള്ളൂ. ബ്രാഹ്മണന്റെ മോനാണ്. രാവണനപ്പം ബ്രാഹ്മണനാണ്. അമ്മ മാത്രമേ ഉള്ളൂ രാക്ഷസി. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ ഇയാൾ മരിക്കുന്നതിന് മുമ്പ് പോയി ചോദിച്ചോളാൻ പറഞ്ഞു. ലക്ഷ്മണന്റെ ദേഷ്യം വന്നു. പന്ന റാസ്കല് ചാവാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഇവൻ്റെ അടുത്ത് പഠിക്കാൻ പോകണം. രാമൻ പറഞ്ഞു, അറിവിന്റെ കാര്യത്തിലുണ്ടല്ലോ നീ ഈ പ്രിസംഷൻ ഒന്നും പാടില്ല. അറിവ് ആർക്കുണ്ടോ അവരിൽ നിന്ന് പോയി പഠിച്ചോണം. അങ്ങനെ ശ്രീരാമന്റെ ഉപദേശപ്രകാരം ലക്ഷ്മണൻ വന്നിരുന്ന് രാവണനോട് മരിക്കുന്നതിന് മുമ്പ് ചോദിച്ച ചോദ്യ ഉത്തരങ്ങളുണ്ട്. രാമായണത്തിലെ ശ്രദ്ധേയമായ ക്ലാസ്സാണ് ആ ഭാഗം. അപ്പോ നെവർ പ്രീ ഡിഫൈൻ ആൻ എനിമി. പല ആളുകൾക്ക് ഒരാളുടെ ശത്രുത വന്ന് അവൻ ചെയ്യുന്ന എല്ലാം തെറ്റെന്ന് പറയും. രാമന്റെ ശത്രുവായി വന്ന് ഭാര്യയെ പിടിച്ചോണ്ട് പോയ രാവണനോട് ശ്രീരാമൻ ദേഷ്യമൊന്നുമില്ല. വളരെ കൃത്യമായി ആ മനുഷ്യന്റെ സൽഗുണം, ശത്രുവിന്റെ ഗുണം എന്താണ് എന്ന് ശ്രീരാമൻ വളരെ ഭംഗിയായിട്ട് പറയുക. അപ്പൊ നമ്മൾ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ സൈക്കോളജി നമ്മൾ പഠിപ്പിക്കുന്നു, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ആൻ എനിമി. എനിമിയെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. എനിമിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ യുദ്ധം തോറ്റുപോകും നമ്മൾ. അപ്പോൾ ശ്രീരാമൻ ഒരിക്കലും രാവണനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നില്ല. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ കറക്റ്റ് എസ്റ്റിമേഷനാണ്. ശത്രുവാണെങ്കിൽ പോലും അറിവുള്ള മനുഷ്യനിൽ നിന്ന് അറിവ് നേടാൻ നമ്മൾ തയ്യാറായിരിക്കണം. സാറിന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കരുത്. വളരെ കൃത്യമായിട്ടാണ്. അപ്പോ ലക്ഷ്മണൻ സീതാദേവിയുടെ കാലിതിട്ട് വന്നിച്ചിരുന്നു. ഇവിടെ ഏതോ സാറന്മാരുടെ കാല് കഴിയുന്ന പറഞ്ഞ് 2-3 ദിവസമായിട്ട് ഒരു രക്ഷയില്ല. എന്തൊരു സാറിന്റെ കാല് തൊട്ട് വന്നിരിക്കുന്നു. ഇതോടോ എതിർപ്പ് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോ
ലക്ഷ്മണൻ ചേട്ടത്തിയമ്മയുടെ കാലെ തൊട്ട് വന്നിച്ചിട്ടാണ് ദിവസം രാവിലെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇതാ യുദ്ധം കഴിഞ്ഞ് ശത്രുവിന്റെ അടുത്ത് പോയി പഠിക്കാൻ ശ്രീരാമൻ ലക്ഷ്മണൻ പറയുന്നു. ലക്ഷ്മണൻ പോയി ശത്രുവിന്റെ അടുത്തുനിന്ന് പാഠം പഠിച്ചിട്ട് തിരിച്ചു വരികയാണ്. വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം. അങ്ങനെ യുദ്ധമെല്ലാം കഴിഞ്ഞ് രാവണൻ വീട്ടിൽ കഴിഞ്ഞപ്പോ രാവണന്റെ അമ്മാവന് ഇറങ്ങി വന്നു. മാല്യവാൻ, എന്താ ശ്രീരാമ, നിന്റെ ഭാര്യയെ രാവണൻ പിടിച്ചോണ്ട് വന്നു, നിങ്ങളോട് ഇത്രയും ഉപദ്രവമൊക്കെ ചെയ്തു, പക്ഷെ നീ ലങ്കയിൽ ചെന്നിട്ട് ഞങ്ങളുടെ സ്ത്രീകളെ ഉപദ്രവിക്കരുത്. രാവൻ പറഞ്ഞു, എന്താ മാല്യവാൻ ഈ പറയുന്നത്? ഞാൻ നിങ്ങളുടെ ലങ്കയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളുടെ ഒരു സ്ത്രീയെ ഞങ്ങൾ തൊടുകയില്ല. രാവണൻ എന്റെ ഭാര്യയോട് തെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ സ്ത്രീകളെ കയറി പിടിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. അന്നൊക്കെ യുദ്ധം കഴിഞ്ഞാണ്ടല്ലോ പിടിച്ചെടുക്കുന്ന കാര്യത്തിലെ മുഴുവൻ സ്ത്രീകളെ റേപ്പ് ചെയ്യും, എല്ലാവരും വെട്ടിക്കൊല്ലും. രാവണൻ സൈന്യത്തെ ലങ്കയിൽ കയറ്റിയില്ല. സീതാദേവിയെ പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞ് മണ്ഡോദരിയെ പിടിച്ചോണ്ട് വാടാന്ന് പറഞ്ഞ അപ്പോഴേ മണ്ഡോദരിയെ പിടിച്ചോണ്ട് രാമന്റെ അടുത്ത് കൊണ്ടുവരത്തില്ലായിരുന്നു, ശ്രീരാമത്തെ കൊണ്ടുവരത്തില്ലായിരുന്നു. ശ്രീരാമൻ സൈന്യത്തെ ലങ്കയിൽ കയറ്റിയില്ല. ലങ്കയിലെ ഒരു രാക്ഷസ സ്ത്രീക്കും ഒറ്റ പട്ടാളക്കാരനും വാനരനും തൊട്ടില്ല. പ്രൊട്ടക്ട് ചെയ്തു. ശ്രീരാമൻ പറഞ്ഞു, നിങ്ങളുടെ രാജാവിനെ ഞാൻ കൊന്നു, പകരം ഞാൻ നിങ്ങൾക്കൊരു രാജാവിനെ തരികയാണ്. രാവണന്റെ അനുജൻ വിഭീഷണനെ ഞാൻ നിങ്ങളുടെ രാജാവായി അപ്പോയിന്റ് ചെയ്യുന്നു. രാജാവിന്റെ പട്ടാഭിഷേകം കഴിഞ്ഞ് ശ്രീരാമൻ സീതയോടൊപ്പം അയോധ്യയിലേക്ക് മടങ്ങാണ്. അയോധ്യയിലേക്ക് മടങ്ങി എത്തിക്കഴിഞ്ഞപ്പോ അപ്പൊ ഈ 14 വർഷവും ഭരതൻ ഇവിടെ കയറിയില്ല. ഭരതൻ നന്ദിഗ്രാം എന്ന് പറയുന്ന ഗ്രാമത്തിൽ 20 കിലോമീറ്റർ ദൂരെ, ഈ അയോധ്യയിൽ 20 കിലോമീറ്റർ ദൂരെ നന്ദിഗ്രാം, അവിടെ പോയി ശ്രീരാമന്റെ ചെരുപ്പ് സിംഹാസനത്തിൽ വെച്ചിട്ടാണ് ഭരതൻ ഭരിക്കുന്നത്. കാരണം അയോധ്യ ഈസ് ലോയൽ ടു ശ്രീരാമൻ ആൻഡ് കൗസല്യ. അവിടെ കയറി ഭരിക്കാൻ പോയാൽ ശ്രീരാമനോട് ലോയൽറ്റിയുള്ള, ക്ഷോഭവംശത്തോട് ലോയൽറ്റിയുള്ള ആരെങ്കിലും ഭരതനെ കൊല്ലാം, വെരി പോസിബിൾ. പക്ഷെ ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞപ്പോൾ ബംഗാളിൽ വെടിവെപ്പുണ്ടായ സ്ഥലം അതേ പേരുള്ള നന്ദിഗ്രാമാണ്. വളരെ ശ്രദ്ധേയമായ ഭാഗമാണ്. അപ്പോ ശ്രീരാമന്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ വെച്ചിട്ട് ഭരതൻ 14 വർഷം അയോധ്യ ഭരിക്കുന്നു.